രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവത്കരിക്കുന്ന ബി.ജെ.പി. സംഘപരിവാർ സംഘടനകൾക്ക് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം ശങ്കരാചാര്യർ നൽകിയത്. പണി പൂർത്തിയാകാത്ത ക്ഷേത്രം എങ്ങനെ ഉദ്ഘാടനം നടത്തണമെന്ന വലിയ വിമർശനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിനു തൊട്ടു പിന്നാലെ ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ശങ്കരാചാര്യരുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടി ഗാസിയാബാദ് സ്വദേശിയായ ഭോലാദാസാണ് ഹർജി നൽകിയിരിക്കുന്നത്. അയോധ്യയിൽ ജനുവരി 22-ന് മതപരമായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങാണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ഇതിനെ എതിർത്ത് ശങ്കരാചാര്യർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മാസം ഇത്തരം ചടങ്ങുകൾ നടത്താൻ പാടില്ല. പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സനാതനധർമ്മം അനുസരിച്ചാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ നേട്ടം ലക്ഷ്യമിട്ട് മാത്രമാണ് BJP ചടങ്ങ് നടത്തുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. നേരത്തെ പുരി ശങ്കരാചാര്യരായ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് സനാതന ധർമ്മത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പ്രഖ്യാപനം. മാത്രമല്ല പുരി, ദ്വാരക, ശൃംഗേരി ശങ്കരാചാര്യന്മാരും പ്രതിഷ്ഠാ ചടങ്ങിൽ പോകില്ലെന്ന നിലപാടിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു. BJPയും RSSും ചേർന്ന് മോദിയുടെ രാഷ്ട്രീയ പരിപാടിയാണ് അയോധ്യയിൽ നടത്തുന്നതെന്നും അതുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കോൺഗ്രസിന് പിന്നാലെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്.